ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ അറിവ് പകരാം ആശ്രയമാകാം പദ്ധതിക്ക് ജൂൺ 1 തുടക്കം. പദ്ധതിയുടെ ഭാഗമായി 50 സ്കൂളുകളിൽ പഠനോപകരണങ്ങളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Welcome to St. Anthony's College, Perundanam, where education meets excellence and dreams take shape. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്ന പഠനോപകരണ വിതരണ പദ്ധതിയായ അറിവ് പകരാം ആശ്രയമാകാം പരിപാടിയുടെ ഉദ്ഘാടനം ജൂൺ 1 രാവിലെ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50ഓളം സ്കൂളുകളിലാണ് പഠനോപകരണങ്ങൾ നൽകുന്നത്. അതാത് സ്കൂളിലെ പ്രധാന അധ്യാപകരെ പഠനോപകരണങ്ങൾ ഏൽപ്പിക്കുകയും തുടർന്ന് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അധ്യാപകർ അത് കൈമാറുകയും ചെയ്യും. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഹൈറേഞ്ച് മേഖലയിലെ നിർധനരായ കുട്ടികൾക്ക് വേണ്ടി പഠന സഹായമൊരുക്കുന്ന ഒരു പദ്ധതിയാണ് അറിവ് നേടാം ആശ്രയം പകരാം എന്ന പദ്ധതി. ഈ പദ്ധതിയിലൂടെ നമ്മൾ ഹൈറേഞ്ച് മേഖലയിലെ 40ഓളം സ്കൂളുകളിൽ നമ്മൾ ബുക്കുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വരികയാണ്. ഈ വർഷം നമ്മൾ അത് 50 സ്കൂളുകളിൽ ആണ് വിതരണം ചെയ്യുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാനമായിട്ടും ഗവൺമെൻറ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ നൽകുന്നത്. എന്നാൽ അർഹതപ്പെട്ട കുട്ടികളുള്ള പല മാനേജ്മെൻറ്റ് സ്കൂളുകളിലും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കല്ല നമ്മൾ ഈ വിതരണം ചെയ്യുന്നത്. അവിടുത്തെ സ്കൂളിലെ അധ്യാപകരാണ് അർഹതപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അധ്യാപകർക്കാണ് നമ്മൾ ബുക്കുകളും പഠനോപകരണങ്ങളും കൈമാറുന്നത്. ഈ പദ്ധതിയോട് ചേർന്ന് തന്നെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ പരിസ്ഥിതി വിഭാഗമായ പരിസ്ഥിതി ദിന ഫോറം പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് ജൂൺ 5 പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും നമ്മൾ ഈ 50 സ്കൂളുകളിലും നമ്മൾ വൃക്ഷത്തൈകളിലൂടെ വിതരണം ചെയ്താണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ജൂൺ 5 നടക്കും. ഈ അറിവ് നേടാം ആശ്രയം പകരാം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 1 മുരിക്കാട്ടുകുടി ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ അംഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സഹായത്തോടെയാണ് പഠനോപകരണ വിതരണം നടത്തുന്നത്. സ്കൂൾ ബാഗുകൾ, നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ, കുട തുടങ്ങിയവയാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 11 വർഷമായി നിർമ്മാണം തുടരുകയാണ്. ഇതിനുവേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അവർ എല്ലാം നേരിട്ട് നമ്മളിലേക്ക് അവരുടെ കഴിയുന്ന സഹായങ്ങൾ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ആൻസൺ ചിറ്റി ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഒരു ചാരിറ്റി വർക്കിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ട് ഈ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ ഒരു വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് അവർ ഈ പണം നമുക്ക് നൽകുന്നത്. അങ്ങനെ പുറമേയുള്ള ഒരുപാട് ആളുകളുടെ സാമ്പത്തിക സഹായത്തിലൂടെയാണ് ചെയ്യുന്നത്. പറഞ്ഞതുപോലെ നമ്മൾ വിദ്യാർത്ഥികളെ നേരിട്ടിരുത്തി ഫോട്ടോ എടുക്കുന്ന പണിയൊന്നുമില്ല. അവരെ നിർത്തരായത് അവരുടെ കുഴപ്പം കൊണ്ടല്ല എന്നുള്ളതുകൊണ്ട് അത്ര ഐഡൻറ്റിറ്റികൾ റിവീൽ ചെയ്യാതെ ഹെഡ് മാസ്റ്റർമാരെ മാത്രമാണ് ഏൽപ്പിക്കുന്നത്. കൂടുതലായി സർക്കാർ സ്കൂളുകളിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മിൽമയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മിൽക്ക് പേട വിതരണം ചെയ്യും. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി എസ് സൂര്യലാൽ, രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, അറിവ് പകരാം ആശ്രയമാകാം പദ്ധതിയുടെ ചെയർമാൻ JB ജോസഫ്, കൺവീനർ ബിനോയ് കല്ലോലിപ്പറമ്പിൽ, പ്രിൻസ് മറ്റപ്പള്ളി, ടോമി അനക്കമുണ്ട, ജാക്സൺ സക്രിയ, കിഷോർ അശോക, സന്തോഷ് പത്മ, ശ്രീകുമാർ വാഗമൺ, ES ഷനിൽ, ജെറിൻ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുക്കും. വാഗമണ്ണ്, ഇരട്ടയാറ്, വണ്ടൻമേട് തുടങ്ങിയ പഞ്ചായത്ത് പരിധിയിലുള്ള കാമാക്ഷി പഞ്ചായത്ത്, ഈട്ടിത്തോപ്പ്, അപ്പോൾ ആ പരിധികളിലുള്ള സ്കൂളുകളിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്കൂളുകളിലാണ് നമ്മൾ പഠനോപകരണങ്ങൾ നൽകുക. അത് നോട്ട് ബുക്കുകൾ കൂടാ ബാഗ് അടക്കമുള്ള പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്യുക. അത് പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കുകയും അവരാണ് കുട്ടികളെ അർഹരായവരെ കണ്ടെത്തിയത് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ആ സ്കൂളുകളിൽ നമ്മൾ ഈ പോകുന്ന സ്കൂളുകളിലെല്ലാം തന്നെ വൃക്ഷത്തൈകളും നൽകും. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 ഇടുക്കിക്കര ബൈപ്പാസിൽ നമ്മുടെ തണലിടം പദ്ധതിയോട് ചേർന്ന് അവിടെ PWD കുറേ അധികം മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. അപ്പം അവിടെ നമ്മൾ ഫലവൃക്ഷ തൈകൾ, അത് ഞാവൽ, അതുപോലെ തന്നെ പുളി, പേര തുടങ്ങിയ മരത്തൈകളാണ് ഭീഷണിയാകാത്ത മരങ്ങൾ.
ഫലവൃക്ഷ തൈകളാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കട്ടപ്പന ഇടുക്കി കവല ബൈപ്പാസ് റോഡിലെ തണലിടത്തിന് സമീപം വിവിധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മരത്തൈകൾ വിതരണവും നടക്കും. പേര, ഞാവൽ, പുളി, പനിനീർ ചാമ്പ തുടങ്ങിയ ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്യുന്നത്. 3 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങളും 2000 വൃക്ഷത്തൈകളുമാണ് വിതരണം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി എസ് സൂര്യലാൽ, രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, ഭാരവാഹികളായ JB ജോസഫ്, ബിനോയ് കല്ലോലിപ്പറമ്പിൽ, സന്തോഷ് പത്മ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Welcome to St. Anthony's College, Peruvandhanam, where education meets excellence and dreams take shape. Established in 2013, AICTE approved, NAC accredited, UGC 2F recognized, the college is committed to quality education and career success. BCA, MCA, Cyber Forensic, Hotel Management with foreign internships, Fashion Designing, Psychology, BBA with Aviation, BCom with specializations in CMA and ACCA, MSW and BSW. With modern infrastructure, vibrant campus life, and holistic development, we don't just offer degrees, we build futures. Admissions are now open. St. Anthony's College, Peruvandhanam. Your journey to success begins here.